അപ്പം നമുക്ക് ഒന്ന് രണ്ട് ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. അതായത് ഇപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ എന്നോട് അല്ലെങ്കിൽ വേറൊരാളോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നത്? വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു തെളിവില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവരോട് എന്താണ് ഒരു മറുപടി കൊടുക്കാനായിട്ട് ബ്രദറിനോടാണ് ചോദിക്കുന്നെങ്കിൽ എന്തായിരിക്കും ഒരു മറുപടി? അല്ല, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് തെളിവുണ്ടെന്നല്ലേ. കൊച്ചുകുട്ടികൾക്ക് മാമോദിസ കൊടുക്കരുതെന്നുള്ളതിന് തെളിവാ വേണ്ടി. ഒരു തെളിവുമില്ല കൊടുക്കരുതെന്ന്, ഒരു ഇൻസ്ട്രക്ഷനും ഇല്ല കൊടുക്കരുത്. കൊടുക്കാമെന്നുള്ള അല്ല വിശ്വാസം, അല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ വിശ്വാസം ഏറ്റു പറഞ്ഞു വേണ്ടേ? ഇപ്പൊ ഷണ്ണന് സ്നാനം കൊടുത്തപ്പോ നീ വിശ്വസിക്കുന്നുവെങ്കിലാകാം എന്ന് പറയുമ്പോൾ ഞാൻ യേശു ക്രിസ്തു ദൈവപുത്രനെ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ അദ്ദേഹം ഏറ്റു പറയുന്നത്? ആ ഏറ്റു പറഞ്ഞല്ലേ സ്നാനപ്പെട്ടു? ശരിക്കും പറഞ്ഞ യേശുവിനെ ഏറ്റു പറഞ്ഞല്ലേ സ്നാനപ്പെട്ടത്? അതാണ് ഞങ്ങൾ പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടാണ് സ്നാനപ്പെടുന്നത്. ഒച്ച പറയാവോ? കേൾക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് എന്നെ വിശ്വാസം ഏറ്റു പറഞ്ഞ അതല്ലേ ചോദിച്ച ചോദ്യം? ചോദ്യം അതിനെപ്പറ്റി പറയുമ്പോ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അത് അവന് മാത്രമല്ല, അവന്റെ കുടുംബത്തിലുള്ളവർക്കും ദാസന്മാർക്കും. ഈ പരിച്ഛേദന ആർക്കൊക്കെ കൊടുത്തു? വീട്ടിലുള്ളവർക്ക് കൊടുത്തു, വിശ്വസിക്കാത്തവർക്ക് കൊടുത്തു, ദാസന്മാർക്കും കൊടുത്തു പരിച്ഛേദന. അപ്പം അവന്റെ ക്ലാൻ മുഴുവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഒരാളുടെ വിശ്വാസത്താൽ ആ ക്ലാൻ മുഴുവൻ, ആ കൂട്ടം മുഴുവൻ രക്ഷപ്പെടുകയാണ്. അല്ല ഓരോരുത്തരും പോയി ഇരുന്നിട്ട് വിശ്വസിക്കല്ല. ഇവിടെ നമ്മൾ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അതിന് പിസ്റ്റിസ് ക്രിസ്റ്റോസ് എന്നാണ്, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ, അല്ലാതെ സാജു ബ്രദറിലുള്ള വിശ്വാസത്താലല്ല. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ക്രിസ്തുവേശുവിലാണ് ആ വിശ്വാസം ഉണ്ടായത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകൻ ആരാണ്? ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യു കനോട്ട് ബി ദ ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്. ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ക്യാപ്റ്റൻ യേശു ക്രിസ്തു, ദ ഇനീഷ്യേറ്റർ. അപ്പൊ തുടക്കുന്ന ആരാണ്? വിശ്വാസത്തിന്റെ നായകൻ, ദ ക്യാപ്റ്റൻ ആൻഡ് പെർഫെക്റ്റർ, ഇത് പൂർത്തി വരുത്തുന്നവൻ, അത് യേശു ക്രിസ്തു. അപ്പൊ നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കും. അപ്പൊ തുടങ്ങിയത് ആരാ? ആൽഫ ആരാ? യേശു. ഒമേഗ ആരാ? യേശു. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സൗധം പണിയാൻ തുടങ്ങിയതും ക്രിസ്തുവാണ്, പണി പൂർത്തിയാക്കുന്നതും ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ തീരുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നമ്മുടെ രക്ഷ. എന്താണ് യേശുക്രിസ്തുവിന്റെ വിശ്വാസം? യേശുക്രിസ്തുവിന്റെ വിശ്വാസം താൻ മരിച്ചാലും പിതാവ് തന്നെ ഉയർപ്പിക്കും എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന്റെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ മരിച്ചാലും എന്ത് ചെയ്യാണ്? അവനെ പിതാവ് ഉയർപ്പിക്കുകയാണ്. ഇങ്ങനെ ഇത് നോക്ക്, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. ചിലർ വിശ്വസിച്ചില്ല, ചിലർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല, ഒരു നാളുമില്ല. അപ്പം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നീതീകരണം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലാണ് നീതീകരണം കിട്ടുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആരുടെ വിശ്വാസത്താലാണ്? നമ്മുടെ വിശ്വസിച്ചുകൊണ്ടാണോ? യേശു വിശ്വസിച്ചുകൊണ്ടാണോ? ആരുടെ വിശ്വാസത്താലാണ്? യേശുക്രിസ്തുവിന്റെ വിശ്വാസം കൊണ്ടല്ലേ? അതെ, യേശുക്രിസ്തുവിന്റെ വിശ്വാസം കൊണ്ടാണ്. ദൈവത്തിന്റെ നീതിയാണ് ക്രിസ്തുയേശുവിന്റെ ഉയർപ്പിലൂടെ കാണുന്നത്. അപ്പൊ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. റോമാലേഖനത്തിൽ പറയുന്നതാണ്, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. എങ്ങനെയാണ് നമുക്ക് നീതീകരണം വരുന്നത്? ക്രിസ്തുയേശുവിന്റെ ഉയർപ്പിനാലാണ്. ക്രിസ്തുയേശു ഉയർത്തത് ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താലാണ്, അല്ല നമ്മുടെ വിശ്വാസത്താലാണ്. ഓക്കെ.